ഹായ് വ്യൂസ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു ദിവസം സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പം രാവിലെ ഇപ്പോൾ സമയം 5:45 ആയതേ ഉള്ളൂ. അങ്കിത്തിനും അബിക്കൊക്കെ ഇന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൂടെ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇഡ്ഡലി സാമ്പാർ ഇതിപ്പം ഈ കുക്കറിനകത്ത് ഇഡ്ഡലിയും മറ്റേതിനകത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രാവിലെ അബി എണീറ്റ് റെഡി ആവുന്നു, കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. സാമ്പാറിന് കഷ്ണം ഞാൻ വേവിക്കുന്നതിന് മുമ്പ് തുമര കുറച്ച് കട്ടിയുള്ളതായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രിയിലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് 2-3 വിസിലടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടെ വേവിച്ചെടുത്തതായിരുന്നു. അതുകൊണ്ട് തുമരയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇഡലി വെച്ചിട്ടുണ്ട്. ഇഡലിയുടെ ഇത് പുതിയ സ്റ്റാൻഡാണ് എൻ്റേത്. അപ്പം ഇത് നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് മറ്റേ ഇഡലി പാത്രം. അത് അലൂമിനിയത്തിൻ്റെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം മാത്രം കിട്ടിയത്, സ്റ്റാൻഡ് വാങ്ങിച്ചത്. സ്റ്റാൻഡ് ആ ഇഡലി പാത്രത്തിൽ വെച്ച് വേവിക്കാമെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ അതിനകത്ത് ആദ്യത്തെ ദിവസം വെച്ചപ്പോഴും ഇഡലി മുകളിലത്തെയൊക്കെ കുറച്ച് വെന്തോ, താഴത്തു നിന്നും വെന്തില്ല, വെള്ളമൊക്കെ കയറി ആകെ പഴയ നാശമായി പോയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ഉപയോഗിക്കാതിരുന്ന ഒരു കുക്കറായിരുന്നു ഇത്. അപ്പം അതിനകത്ത് ആ പാത്രം ഇറക്കി വെച്ചപ്പോൾ ഭാഗ്യത്തിന് അതിനകത്ത് ഇറങ്ങി. അതുകൊണ്ട് നമുക്ക് ഇഡലി നല്ലതായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നു ഇപ്പം. ഇല്ലെങ്കിൽ ഈ പാത്രം വേസ്റ്റ് ആയിപ്പോയേനെ, ഹസ്ബൻഡിൻ്റെ വായിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടിയും വന്നേനെ. അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് പിന്നെ അന്ന് ചീത്തയായ ദിവസം തന്നെ ഞാൻ വീണ്ടും ആ കുക്കറിനകത്ത് തന്നെ വെച്ച് ഒന്നുകൂടെ ആവി കയറ്റിയെടുത്തു. അപ്പം പിന്നെ നന്നായിട്ട് കിട്ടിയായിരുന്നു. അങ്ങനെ ഇഡലിയൊക്കെ വേവിച്ചെടുത്തു. പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ മസാല എന്ന് പറയുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയൊക്കെ എടുത്തുള്ളൂ. വേറെ സാമ്പാർ മസാലയൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ ഈ പുളിവെള്ളം പിഴിഞ്ഞതും കൂടെ ഒഴിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാവും. പിന്നെ കടുക് വറുത്തൊഴിച്ചാൽ മാത്രം മതി. ഞാനിങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്. സാമ്പാർ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ വിട്ടുപോകും. പിന്നെ ഉണ്ടാക്കാൻ നേരമായിരിക്കും. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടങ്ങ് ഉണ്ടാക്കും. പിന്നെ അബി പിന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തലമുടിയൊന്നും ചീപ്പില്ല, ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ട് വന്ന്. അങ്ങനെ പിന്നെ നമ്മൾ സാമ്പാറിന് കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് വറുത്തിട്ടിട്ട് സാമ്പാർ അതും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ ആയി. ഇഡ്ഡലിയും സാമ്പാറും റെഡിയായി. പിന്നെ സാമ്പാർ മസാല ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമായിരിക്കും. മല്ലിയില ഇട്ടാലും കുറച്ചുകൂടെ ടേസ്റ്റ് വരും. പക്ഷേ എൻ്റെ അടുത്ത് സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പം. നമ്മൾ സാധാരണ ഇത്ര മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി തട്ടിൽ നിന്ന് എല്ലാ ഇഡലിയൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. അപ്പം ഇതിപ്പം എനിക്കിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഒരു സമയം നമുക്ക് 16 എണ്ണമൊക്കെ ഒരുമിച്ചാക്കി എടുക്കാനും പറ്റും. അതുകൊണ്ട് എളുപ്പമാണിത്. കുക്കറിൽ വെച്ചിട്ട് തീ കുറച്ചിട്ടാൽ മതി. ഒരുപാട് തീ ഇട്ടാൽ വെള്ളം തിളച്ചിട്ട് താഴെ തട്ടിനകത്തൊക്കെ കയറും. അപ്പം തീ കുറച്ചിട്ടിട്ട് അതിനകത്ത് വിസിൽ വരത്തുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഡലി എന്തായാലും സെറ്റായി വരികയും ചെയ്യും. അത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന കുക്കറാണ്. ഇനി എടുക്കണ്ട, കൊള്ളത്തില്ല എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ എന്തായാലും ഈ തട്ട് കിട്ടിയപ്പോൾ എന്തായാലും ഭാഗ്യമായത്. അങ്ങനെ അങ്കിത്തോബിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിൽ പോകാൻ ഇറങ്ങാൻ നിൽക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇപ്പോൾ സമയം 6:40 കാണും. 6:45 ആകുമ്പോഴത്തേക്ക് അവരുടെ വണ്ടി വരും. അങ്ങനെ നമ്മൾ അങ്കിത്തോബിയൊക്കെ പോകാൻ ഇറങ്ങി. ബൈ ബൈ. എന്ന് ഞാൻ അങ്ങ് പോയി ബസ് കയറ്റി വിടാൻ പോകുന്നതാണ്. ഇന്ന് ഞാൻ പോയില്ല. പിന്നെ കുറച്ചുകൂടെ ഇഡലി നമുക്ക് പുഴുങ്ങണമായിരുന്നു. അതുകൊണ്ട് സ്കൂളിലും കൊടുത്തു വിട്ടു, കഴിച്ചിട്ടും പോയി. പിന്നെ കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് കുറച്ചുകൂടെ പുഴുങ്ങിയെടുക്കണം. അങ്ങനെ അത്യാവശ്യത്തിന് കുറച്ചുകൂടെ പുഴുങ്ങിയെടുത്ത്. കണ്ടോ, ഇവിടെ ഇപ്പോൾ നല്ല ചൂടായി. 41-42 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട്. അപ്പം ചെടികളിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് സമയത്തൊന്നും പൂക്കളില്ലായിരുന്നു. ഇപ്പം പാലപ്പൂവൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഞാനിവിടെ ഇപ്പം ഫേസിൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ്. ഇപ്പോഴും നല്ല കുറേ നാളുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കാച്ചിക്കൊണ്ട് വന്ന എണ്ണയാണിത്. കഴിഞ്ഞില്ല. എനിക്കൊരു കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ ഇത്രയും എണ്ണ മതിയായിരുന്നു ഇത്രയും കൊണ്ടുപോകാൻ. പക്ഷേ ഇത് തന്നെ ഇപ്പോൾ കൂടുതലാണ്. തണുപ്പ് സമയത്ത് നമ്മളത് യൂസ് ചെയ്യുന്നില്ലായിരുന്നല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
അങ്ങനെ നമ്മളെ പൂ പോലത്തെ ഇഡലിയും നല്ല സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരുന്നപ്പോഴാണ് മൂന്നാല് പേരിന്ന് കാര്യം പറയുന്ന സൗണ്ട് കേൾക്കുന്നത്. നോക്കിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇരുന്ന് ഭയങ്കര ബഹളം. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി നമ്മുടെ പരിപാടികൾ. പിന്നെ പാത്രം കഴുകണം, തൂത്തുവാരണം, തറ തുടയ്ക്കണം, തുണി കഴുകണം, പിന്നെ കുറേ പരിപാടികളുണ്ട്. അവർ വരുന്നവരെയും പണികളായിരിക്കും, ഗിത്തു അബിയും വരുന്നവരെ. പിന്നെ അതിനിടയ്ക്കൂടെ കുറച്ച് കാര്യങ്ങൾ, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, എല്ലാം പണിയാണ്. എന്നാലും അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊന്ന് ഒതുക്കിയിട്ടുണ്ട്. രാവിലത്തെ പണികൾ. ഉച്ചക്കലത്തേക്ക് ഇനി ചോറ് വെച്ചാൽ മതിയല്ലോ, സാമ്പാറുണ്ട്, പിന്നെ എന്തെങ്കിലും കൂട്ടാനും കൂടെ വെച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തൂത്തുവാരിയിട്ട് തറയൊക്കെ തുടച്ച് ഇനി നമുക്ക് തുണിയൊക്കെ കഴുകണം. തുണി കഴുകിയിട്ട് നൂത്തിടുന്നതാണ് ഒരു ടാസ്ക്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം ഭയങ്കര വെയിലായത് കാരണം വലിയ പാടാണ്, ചൂടും കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും, എന്നാലും കഴുകിയിടണം, അതൊരു ടാസ്ക്കാണ്. അങ്ങനെ പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് അപ്പോഴാണ് ഇന്ന് പറഞ്ഞത് 2 പേര് ഗസ്റ്റ് ഉണ്ടെന്ന്. വൈകുന്നേരം ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പുതിയ കല്യാണം കഴിഞ്ഞൊരു പയ്യനാണ്. അവനും അവൻ്റെ വൈഫും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്നതാണ്, കാസർഗോഡ്. ഈ മാസമായിരുന്നു കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ അതിനെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ കാണാനൊക്കെ വന്നിട്ട് പോകുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അവരെ കൂടെ ഫുഡിന് വിളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി അവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചിക്കൻ എനിക്ക് ഉച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ച്. അപ്പോൾ ഈ പ്രാവശ്യം വറുത്തരച്ചെന്നല്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്തിട്ടുള്ള ചിക്കൻ കറിയാണ് വെച്ചത്. അങ്ങനെ ചിക്കൻ കറിക്ക് ഞാൻ ചിക്കൻ മസാലയൊന്നും ഇടാറില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരുന്ന ഗരം മസാല, അത്രയും മാത്രമേ എടുത്തുള്ളൂ പൊടികൾ. വേറെ ചിക്കൻ മസാലയൊന്നും ഞാൻ ആഡ് ചെയ്യത്തില്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും. പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം ചിക്കൻ കറി ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി. അതും കൂട്ടിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറും കഴിച്ചത്. അങ്കിത്തോബിയും വരുമ്പോൾ 2 മണി കഴിയുമല്ലോ, അപ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചത്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകുന്നേരമാണ് പിന്നെ രാത്രിയിലത്തേക്കുള്ള ഫുഡാക്കിയത്. അപ്പം ചോറും പരിപ്പും ഒക്കെ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. ഉച്ചയ്ക്ക് ചിക്കൻ കറി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീരുമല്ലോ. പിന്നെ ബാക്കി നമുക്ക് രാത്രിയിലത്തേക്കുള്ളത് ചോറും ബാക്കി കൂട്ടാനൊക്കെ റെഡിയാക്കിയാൽ മതിയെന്ന് വെച്ചിട്ട് വെച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ചോറും മോരുകറിയും ചിക്കൻ കറിയും കൂട്ടി ചോറ് കഴിച്ച്. അന്നേരം പിന്നെ അവരെ വിളിക്കുമ്പോൾ പിന്നെ സൗമ്യയെ കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു. സൗമ്യയും ദിയെ ആദ്യം കൂടെ വന്നായിരുന്നു രാത്രിയിൽ. അപ്പോഴത്തേക്ക് അങ്കിത്തോബിയൊക്കെ വന്നു. 2 മണിയായപ്പോഴത്തേക്ക് ഹസ്ബൻഡും വന്നു. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു, ചിക്കൻ കറി. അപ്പോഴത്തേക്ക് ചിക്കൻ കറിയൊക്കെ സെറ്റായായിരുന്നു. ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 കുക്കറിലായിട്ട് ഞാൻ അരിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അരി വെന്തിരിക്കുമല്ലോ എന്ന് വെച്ച്. പിന്നെ 4 മണിയായി. പരിപ്പും വേവിച്ച് വെച്ചിരുന്നു. അങ്ങനെ പരിപ്പിനും അരപ്പിട്ട് കറി വെച്ചു, അവിയൽ വെച്ചു, പിന്നെ പായസം വെച്ചു. പാലട ഉണ്ടായിരുന്നു, മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, പാലട കിട്ടി. അങ്ങനെ പായസം വെച്ചു, അവിയൽ, പരിപ്പ്, പിന്നെ എല്ലാത്തിനും ഒരുമിച്ച് കടുക് വറുത്തൊഴിച്ച് വെച്ചേക്കുവാണ്. പിന്നെ വെച്ചത് ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ മോര് കറി, പിന്നെ തോരൻ. ഇത്രേ ഉള്ളായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ നമുക്ക്, അതാണല്ലോ മെയിൻ. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ സാമ്പാർ, രാവിലത്തെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാം റെഡിയാക്കി ചിക്കൻ കറിയും കൂട്ടി വൈകിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കൻ കറി വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി പായസം കൂടെ വെച്ചാൽ മതിയായിരുന്നു. പായസത്തിൻ്റെ പാലട മിക്സ്, ദബ് ഹോഴ്സിൻ്റെ കേരളാസ് നമ്പർ 1 പായസം റെഡി ഇൻ 30 minutes. അടയാ ഇതിനകത്ത് മറ്റേ സംഭവങ്ങളൊന്നുമില്ല. മാങ്ങ
അത്ര ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ചാറൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 2-3 മാങ്ങ എടുത്ത് അച്ചാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കുന്നിടത്ത് അച്ചാറിടാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് മുളക് പൊടി ഇട്ടൊന്ന് ചൂടാക്കി അതിനകത്ത് ഇളക്കി എടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്കിത്തിനും അബിയും കഴിക്കും മാങ്ങാച്ചാർ. അവർക്ക് പിന്നെ മറ്റേ രീതിയിൽ ഇട്ട് കൊടുത്താലും കഴിക്കും, ഇതും കഴിക്കും. അപ്പം ഞങ്ങൾ റെഡിയായി ഗസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. 2 പേര് വരുമെന്ന് പറഞ്ഞല്ലോ, ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ ഫ്രണ്ടും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് സ്ഥലമൊക്കെ കാണാൻ കൊണ്ടുവന്നത്. അന്നേരം നാളെ പോവുക അവർ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് രാത്രിയിൽ. അങ്ങനെ അവരിപ്പോൾ വരും. ഇപ്പോൾ സമയം 6:30 ആവുന്നു. 7-8 മണിയാകുമ്പോഴത്തേക്ക് വരുമായിരിക്കും. അപ്പോൾ ഞാനും അങ്കിത്തും അബിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. ഫുഡൊക്കെ റെഡിയായി. ഇനി പപ്പടും കൂടെ കാച്ചാൽ മതി. അങ്ങനെ നമ്മൾ വീണ്ടും കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചു, ചൂടല്ലേ ഭയങ്കര. പിന്നെ വീണ്ടും കുളിച്ചിട്ട് റെഡി ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഗസ്റ്റ്. പിന്നെ സൗമ്യയുണ്ട്, ദിയയുണ്ട്, ആദിയുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളെ അങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ പിന്നെ ഫുഡ് കുറേ നേരം വർത്തമാനം കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നത്. ഫുഡ് കഴിക്കാൻ പിന്നെ നമുക്ക് മേശയൊന്നുമില്ലായിരുന്നു, മേശയൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം എല്ലാവരും ഉള്ള സൗകര്യത്തിനകത്തൊക്കെ വെച്ച് തറയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കഴിച്ച്. അപ്പം അവർ കാസർഗോഡുകാരാണ്. അപ്പം നമ്മുടെ ഫുഡും അവരുടെ ഫുഡും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണും, ടേസ്റ്റ് വ്യത്യാസമൊക്കെ കാണും. ഞാൻ പറഞ്ഞു ചെയ്തു, കൊല്ലംകാരുടെ ഫുഡും കാസർഗോഡുകാരുടെ ഫുഡും കൂടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമായിരുന്നു. സൗമ്യയൊക്കെ ആലപ്പുഴക്കാരാണ്. അവർക്ക് പിന്നെ കുറച്ചൊക്കെ വ്യത്യാസം കാണുമായിരിക്കും, പക്ഷേ കാസർഗോഡ് പോകുമ്പോഴത്തേക്ക് കുറേ കൂടെ വ്യത്യാസം കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാവരും പിള്ളേർ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ അവരെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. ഫുഡൊക്കെ അടിപൊളിയായിരിക്കും, അറിയത്തില്ല, കഴിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവരെല്ലാവരും കഴിച്ച് എഴുന്നേറ്റ്. പിന്നെ പായസവും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫാമിലി പാക്ക്. അപ്പം അതും എല്ലാവർക്കും പിന്നെ ഷെയർ ചെയ്ത് പാത്രത്തിലാണ് കൊടുത്തത്. പാത്രത്തിലാണ് പിന്നെ കഴിച്ചത്. ഇലക്കകത്ത് പായസം ഒഴിച്ചില്ല, സെപ്പറേറ്റാണ് കൊടുത്തത്. അങ്ങനെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റിട്ട് പിന്നെ ഞാനും സൗമ്യയും കൂടി ഇരുന്ന് ഞങ്ങൾക്കും വിളമ്പി വെച്ചിട്ട് ഞങ്ങൾ ചോറ് കഴിച്ച്. ഞങ്ങൾക്കും വിളമ്പി തന്നിട്ടാണ് ഹസ്ബൻഡ് കഴിക്കാനിരുന്നത്. എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് തീർത്ത് അവർ പോയപ്പോഴത്തേക്ക് 10 മണി കഴിഞ്ഞ്, എല്ലാവരും പോയപ്പോഴത്തേക്ക്. അപ്പം അടിപൊളി ഒരു ട്രീറ്റ് ആയിരുന്നു. ഉച്ചയ്ക്ക് വന്ന് പറഞ്ഞത് ഇന്ന് രാത്രി ഫുഡ് കൊടുക്കണമെന്ന്. അത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ചെയ്തതായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു, എന്നാലും നന്നായിട്ടെല്ലാം കഴിഞ്ഞ്. അങ്ങനെ അടിപൊളി ഒരു സദ്യ എന്ന് പറയാൻ കുറച്ചൊക്കെ കൂട്ടാനും കറി പരിപ്പും പപ്പടും ഉണ്ടെങ്കിൽ നമുക്ക് സദ്യയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പിരിഞ്ഞു. സമയം 11 മണിയായി. അപ്പം ചോറ് കഴിച്ച് പാത്രമെല്ലാം കഴുകി എല്ലാം പറക്കി വെച്ച്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. And thanks for watching. And thank you for watching.